കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും. അതേസമയം മന്ത്രിമാരായ വി.എൻ. വാസവനും വീണ ജോർജിനും മുൻമന്ത്രി വി.എസ്. ശിവകുമാറിനുമെതിരെ ബി.ജെ.പി. പോലീസിൽ പരാതി നൽകി. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തീർച്ചയായിട്ടും കളക്ടർ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തുക. എത്ര രൂപ എപ്പോൾ ഇത് സംബന്ധിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക കളക്ടറിന്റെ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. 25 ലക്ഷം രൂപ ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്ന ആവശ്യം. കോൺഗ്രസും ബി.ജെ.പിയും ഇക്കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് ആവശ്യങ്ങൾ ഇതോടകം തന്നെ പരിഗണിക്കാമെന്ന് മന്ത്രി വി.എം. വാസവൻ കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തിയപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നു. അത് മകന്റെ ജോലി, അതുപോലെ തന്നെ മകളുടെ ചികിത്സ സൗജന്യമാക്കുക എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു NSS നാഷണൽ സർവീസ് സ്കീമിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിന്ദുവിന്റെ കുടുംബത്തിന് വീട് വെച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 11-ാം തീയതി മന്ത്രിസഭ ചേർന്ന് ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നുണ്ടായത് എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തെരുവിൽ ഉയർത്തുമ്പോഴും നിയമപരമായി നേരിടുകയാണ് ബി.ജെ.പി. മന്ത്രിമാരുടെ ഈ കൃത്യവിലോപത്തിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നുണ്ടായ മറ്റൊരു ഡെവലപ്മെന്റ് പറയുന്നത്. തലയോലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. 2 മന്ത്രിമാർക്കും മുൻ മന്ത്രിക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് കേസ്. പ്രധാനമായും ഈ അപകടം നടന്ന ദിവസം മന്ത്രിമാർ ആരും അവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള മന്ത്രി വീണ ജോർജിൻ്റെയും അതുപോലെ തന്നെ മന്ത്രി വി.എൻ. വാസവിൻ്റെയും പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നും ആ വൈകിയ 2 മണിക്കൂർ ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടപ്പെടാനിടയായി എന്നുമാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 2013 ഈ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടും ആവശ്യമായുള്ള നടപടി എടുക്കാതെ രോഗികളുടെ ജീവൻ വെച്ച് കളിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ അന്ന് ചുമതലയുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറിനെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ പരാതി വൈക്കം DYSPക്കാണ് നൽകിയിരിക്കുന്നത്. കോട്ടയം DYSPക്ക് കൈമാറുമെന്ന് അറിയിച്ചിരിക്കുന്നു. മറ്റ് കേസെടുക്കുന്നതുമായിട്ടുള്ള നടപടിയിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരേ സമയം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തെരുവിലും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഉയർത്തുന്നതിനോടൊപ്പം വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് ബി.ജെ.പി. കടക്കുന്നു എന്നതിൻ്റെ ശക്തമായിട്ടുള്ള സൂചന കൂടിയാണ് ഈ ഒരു നീക്കം. ഏതായാലും ഈ പരാതിയിന്മേൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഇപ്പോൾ ബി.ജെ.പി. വ്യക്തമാക്കിയിരിക്കുകയാണ്.